ഒരിക്കൽ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോകാനായി. മന്ത്രിയായിരുന്ന മത്തായി മാഞ്ഞൂരാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. കൂടെയുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു നൽകാൻ ആവത് ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് വിസമ്മതിച്ചു. സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചിൽ കയറി ഒരു സാധാരണ യാത്രക്കാരനായി അദ്ദേഹം ഇരുന്നു. വണ്ടി പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കോച്ചിലേക്ക് ടിക്കറ്റ് പരിശോധിക്കാനായി ടി എത്തി. നല്ല തിരക്കുള്ള കോച്ചായിരുന്നു അത്. ആളുകളുടെ ഇടയിലൂടെ ടിക്കറ്റ് പരിശോധിച്ചു വന്ന ടി ജനക്കൂട്ടത്തിനിടയിൽ സാധാരണ വേഷത്തിലിരിക്കുന്ന മന്ത്രി മത്തായി മാഞ്ഞൂരാനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ജനറൽ കോച്ചിലെ തിരക്കിലിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ബഹുമാനപൂർവ്വം മാഞ്ഞൂരാന്റെ അരികിലേക്ക് വന്ന് വണങ്ങിയിട്ട് പറഞ്ഞു, "അയ്യോ സാറേ, സാറാണോ ഇത്? സാറിന് ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ യാത്ര ചെയ്യാമല്ലോ. എന്താണ് ഈ ജനറൽ കോച്ചിലെ തിരക്കിൽ വന്നിരിക്കുന്നത്? സാർ വരിക, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരിടം ശരിയാക്കിത്തരാം." ഇത് കേട്ടപ്പോൾ മത്തായി മാഞ്ഞൂരാൻ തികച്ചും ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് ടിയോട് പറഞ്ഞു, "വേണ്ട, ഞാൻ ജനറൽ കോച്ചിലിരിക്കുന്ന തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രതിനിധിയാണ്, അല്ലാതെ ഫസ്റ്റ് ക്ലാസ്സിലെ മുതലാളിമാരുടെ ആളല്ല. എന്റെ ജനങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്നോ അങ്ങനെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാനും അറിയണം. എങ്കിലേ അവർക്കായി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിയൂ. അതുകൊണ്ട് താൻ തന്റെ പണി നോക്ക്, എന്നെ നോക്കേണ്ടതില്ല." മന്ത്രിയുടെ ഈ മറുപടി കേട്ട് ടിയും ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരും അത്ഭുതപ്പെട്ടുപോയി. വലിയ പദവികൾ കിട്ടിയാലും തന്റെ വേരുകൾ എവിടെയാണെന്ന് മറക്കാതിരുന്ന ലാളിത്യം ജീവിതവ്രതമാക്കിയ ഒരു വിപ്ലവകാരിയായിരുന്നു മത്തായി മാഞ്ഞൂരാൻ.